ഇസ്ലാമോഫോബിയെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇസ്ലാമോഫോബിയ വിരുദ്ധ സംസാരങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഒന്ന് വളരെ മൂർത്തമായതും മറ്റൊന്ന് വളരെ അമൂർത്തമായതും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത് വളരെ കോൺക്രീറ്റായ ഒരു അനാലിസിസും മറ്റൊന്ന് വളരെ ആബ്സ്ട്രാക്റ്റായ അതുമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ പശുവിൻ്റെ പേരിൽ ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ താല്പര്യമുള്ള മലയാളി പുരോഗമനവാദികൾ, യുക്തിവാദികൾ, ഇടതുപക്ഷക്കാർ എല്ലാവരും ഉണ്ട്. എന്നാൽ കേരളത്തിൽ മലയാളിയായ അഷ്റഫ് മംഗലാപുരത്ത് ഹിന്ദു ഫാഷിസ്റ്റുകളാൽ കൊല്ലപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ നാരായൺ ഭാഗ്യാൽ എന്ന ദളിത് യുവാവിനെ പാലക്കാട് വാളയാറിൽ നീ ബംഗ്ലാദേശിയാണോടാ എന്ന പേരിൽ ഹിന്ദു ഫാഷിസ്റ്റ് ആൾക്കൂട്ടം അടിച്ചു കൊന്നപ്പോൾ ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ മുന്നിൽ നടക്കുന്ന മൂർത്തമായ ഇസ്ലാമോഫോബിയയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. നമുക്ക് ദൂരെയുള്ള ഇസ്ലാമോഫോബിയെ പറ്റി സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തുള്ള നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക ഇടങ്ങളിൽ സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ആ ഇസ്ലാമോഫോബിയെ നേരിടാൻ നമ്മൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാവാത്തത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കിത് പറയാൻ കഴിയും. സാൽമൻ റുഷ്ദി മുതൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി വരെ പല വിഷയങ്ങളിലും നമ്മൾ വലിയ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തും, ഭയങ്കര എഴുത്തുകൾ നടത്തും, സാഹോദര്യം പുലർത്തും. എന്നാൽ തേജസ് പത്രത്തിന് സിസ്റ്റം പരസ്യ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ അത്രയധികം താല്പര്യം നമ്മൾ കാണിക്കാറില്ല. കോഴിക്കോട് മുസ്ലിം പ്രസാധനാലയങ്ങൾക്കെതിരെ പോലീസ് അന്യായമായി കേസെടുക്കുമ്പോൾ അതിനെപ്പറ്റിയും കൊടൂര നിശബ്ദതയാണ്. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആകെ മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചതിൻ്റെ പേരിൽ മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്കെതിരെ കേസെടുക്കുമ്പോഴും അത് ഒരു പൊതുവായ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രശ്നമായി നമ്മൾ കാണുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈയുടെ പ്രശ്നം വളരെ വ്യക്തമാണ്. ദൂരെയുള്ള ഇസ്ലാമോഫോബിയെ പറ്റി സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ഘടനകളിൽ, നമ്മുടെ മനോഘടനകളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമോഫോബിയെ പറ്റി സംസാരിക്കുന്നത് പലർക്കും അസൗകര്യങ്ങളുണ്ടാക്കും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അമൂർത്തമായ ഇസ്ലാമോഫോബിക്കെതിരായ സംസാരം പലപ്പോഴും മൂർത്തമായ ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള ഒരു വഴിയായി ഇത് മാറുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അമൂർത്തമായ ഇസ്ലാമോഫോബിയ വിരുദ്ധത തന്നെ ചിലപ്പോൾ ഒരു സൈലൻസിങ് ടെക്നിക്കായി ഇവിടെ മാറുന്നത്, അല്ലെങ്കിൽ സൈലൻസിങ് ടെക്നിക്കായി പ്രവർത്തിക്കുന്നതായി കാണാം. അതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഇസ്ലാമോഫോബിയ മറച്ചു വയ്ക്കപ്പെടുന്നു. ഇതാണ് ഇവിടുത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമോഫോബിക്കെതിരായ പോരാട്ടം മൂർത്തമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് അത് വളരെ കോൺക്രീറ്റ് ആയിരിക്കണം. അത് പ്രത്യേക സംഭവങ്ങൾ, പ്രത്യേക സ്ഥാപനങ്ങൾ, പ്രത്യേക അധികാര ബന്ധങ്ങൾ, അതുകൊണ്ട് അവരെയെല്ലാം തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ടി വരും. അതായത് വളരെ ആബ്സ്ട്രാക്റ്റായ അമൂർത്തമായ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ വളരെ ആബ്സ്ട്രാക്റ്റ് ഇസ്ലാമോഫോബിയ വിരുദ്ധ സംസാരങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ സ്റ്റാറ്റസ് കോ നിലനിർത്താനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.